നമ്മുടെ രാഷ്ട്രീയക്കാർ ശരിയായ രാഷ്ട്രീയക്കാരാണോ അതോ രാഷ്ട്രീയ തൊഴിലാളികളോ? രാഷ്ട്രീയ നേതാവിന് ചില ഗുണങ്ങളും സവിശേഷതകളും അത്യാവശ്യമാണ്. ഒന്ന്, നല്ല ഓർഗനൈസർ ആയിരിക്കണം. മറ്റുള്ളവരെ ഓർഗനൈസ് ചെയ്യുവാനും കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള കഴിവ് വേണം. അനലൈസ് ചെയ്യുവാനുള്ള കഴിവ് വേണം. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അനലൈസ് ചെയ്യുവാനും അതുപോലെ തന്നെ ഒരു അനലിറ്റിക്കൽ കപ്പാസിറ്റിയും വേണം. അതുപോലെ തന്നെ കമാൻഡിങ് പവർ വേണം. നല്ല കമാൻഡിങ് പവറുള്ള ഒരാൾക്ക് കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗുഡ് ലിസണർ ആയിരിക്കണം. മറ്റുള്ളവരെ കേൾക്കുവാനും തെറ്റും ശരിയും തിരിച്ചറിയാനുമുള്ള കഴിവ് വേണം. സ്വന്തം കാര്യലാഭം നോക്കാതെ നല്ല കാര്യങ്ങൾ കേട്ടാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബോധ്യം ഉണ്ടാകണം. നല്ല വിഷൻ വേണം. നല്ല കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും അത്യാവശ്യമാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. കാര്യങ്ങൾ കേട്ടാൽ മാത്രം പോരല്ലോ, പ്രസംഗിച്ച് നടന്നിട്ടും കാര്യമില്ലല്ലോ. അത് നടപ്പിലാക്കുവാനുള്ള കഴിവ് വേണം. സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കണം. മറ്റുള്ളവരോടും സമൂഹത്തോടുള്ള പ്രതിബദ്ധത വേണം. തെറ്റ് തെറ്റാണെന്ന് പറയാനും ശരി ശരിയാണെന്ന് പറയാനുമുള്ള ധൈര്യം വേണം. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും പ്രചോദനം നൽകുവാനുള്ള കഴിവ് വേണം. കൂടെയുള്ളവരെ, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനായിട്ടും അവർക്ക് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടും അത് നടപ്പിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുവാനുള്ള ഒരു മനസ്സും വേണം. നല്ല മനുഷ്യത്വം വേണം. ഏത് പ്രശ്നത്തെയും മാനുഷിക പരിഗണനയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റണം. മാനുഷിക പരിഗണന വെച്ച് റെഡ് ടേപ്പുകൾ അഴിച്ചു മാറ്റാനുള്ള ഇച്ഛാശക്തിയും ധൈര്യവും വേണം. ഇന്നോവേറ്റീവ് തോട്ട്സും നല്ല വിഷനും വേണം. ഏത് പ്രതിസന്ധിയെയും കുരുക്കുകളെയും അഴിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള ഇച്ഛാശക്തിയുള്ള മനുഷ്യനാകണം. ചിന്തകൾ പ്രസംഗിച്ചിട്ടോ മനസ്സിൽ കൊണ്ടു നടന്നിട്ടോ കാര്യമില്ലല്ലോ, അത് നടപ്പിലാക്കുവാനായിട്ട് സാധിക്കണം. തുടങ്ങി വെച്ച കാര്യങ്ങൾ ഫാസ്റ്റ് ട്രാക്കായിട്ട് ചെയ്യുവാനുള്ള കപ്പാസിറ്റി വേണം. തെറ്റുകൾ തിരുത്തിയും സദ്ധൈര്യം മുന്നോട്ട് പോകുവാൻ സാധിക്കണം. മര്യാദയോടുകൂടിയും സഭ്യമുള്ള ഭാഷയിൽ സംസാരിക്കുവാനും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനുള്ള കഴിവും വേണം. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് എത്ര പേർക്ക് ഇങ്ങനെയുള്ള സവിശേഷതകളുണ്ട്? ഇതൊന്നുമില്ലാതെ രാഷ്ട്രീയത്തെ കച്ചവടമാക്കാനും സ്വന്തം കീശ വീർപ്പിക്കുവാനും അല്ലാതെ എന്ത് രാഷ്ട്രസ്നേഹമാണ് ഇവർക്കുള്ളത്? മനുഷ്യനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഒരു നല്ല രാഷ്ട്രീയക്കാരനാകുവാൻ സാധിക്കുകയുള്ളൂ.